ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 17 ശ്ലോകം 5. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ താതേ വിഷണ്ണഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്ധിത ചിത്തവൃത്തൗ ബാലഃ ത്വത് അർപ്പിതമനഃ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. വിഷണ്ണ ഹൃദയേ താതേ. കുട്ടി പട്ടണം വിട്ടു പോയപ്പോൾ അച്ഛന് ഉള്ളിൽ വിഷാദമായി. ആ അച്ഛന് നഗരിം ഗതേന ശ്രീനാരദേന. അപ്പോഴേക്കും നഗരത്തിൽ എത്തിച്ചേർന്ന ശ്രീ നാരദ മഹർഷി, അതായത് ധ്രുവനെ വനത്തിലേക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം നാരദ മഹർഷി ഉത്താനപാദ രാജാവിനെ കാണാൻ വന്നിരിക്കുകയാണ് നഗരത്തിലേക്ക്. നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തോ. തക്ക സാന്ത്വനവചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. ബാലഹ കുട്ടിയോ ത്വദർപ്പിത മനാഹ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായും കൊണ്ട് ക്രമവർദ്ധിതേന പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കഠോര തപസ്സ കഠിന തപസ് അനുഷ്ഠിച്ചും കൊണ്ട് പഞ്ചമാസാൻ 5 മാസങ്ങളെ നിന്നെ കില നയിച്ചുവല്ലോ. വിഷണ്ണ ഹൃദയ വിഷാദം ഹൃദയത്തിൽ മാത്രം സുരുചിയെ പേടിച്ചിട്ട് പുറത്ത് കാട്ടിയില്ല എന്ന് വ്യംഗ്യം. കുട്ടി പട്ടണം വിട്ടു പോയപ്പോൾ അച്ഛനുള്ളിൽ വിഷാദമായി. ആ അച്ഛനെ അപ്പോഴേക്കും നഗരത്തിൽ എത്തിച്ചേർന്ന ശ്രീ നാരദ മഹർഷി തക്ക സാന്ത്വന വചനങ്ങളാൽ തികച്ചും മനസമാധാനമുള്ളവനാക്കി തീർത്തു. കുട്ടിയോ പറയുമ്പോൾ ധ്രുവനോ അങ്ങയിൽ തന്നെ മനസ്സിനെ അർപ്പിച്ചവനായും കൊണ്ട് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന കഠിന തപസ് അനുഷ്ഠിച്ചും കൊണ്ട് 5 മാസങ്ങളെ നയിച്ചുവല്ലോ. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാഃ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിതമനാ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.